നമസ്കാരം. എല്ലാ അധിക്ഷേപങ്ങൾക്കും മുകളിലാണ് ഒരു ജീവന്റെ പോരാട്ടം. കൊല്ലം സുധിയുടെ വേർപാടിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും വ്യക്തിഹത്യകൾക്കും ഇരയായ പേരാണ് രേണു സുധി. കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ നിലപാടുകളും ചൂണ്ടിക്കാട്ടിയുള്ള ട്രോളുകളും വിമർശനങ്ങളും നിരന്തരം ഉയർന്നപ്പോഴും രേണു സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ നിലകൊണ്ടു. ഇന്നിപ്പോൾ ആ രേണുവിന്റെ അവസ്ഥ കണ്ടു. 2ാം കീമോ കഴിഞ്ഞ് രേണു ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഇനിയും 4 കീമോതെറാപ്പി കൂടിയുണ്ട്. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പോരാട്ടത്തിലൂടെയാണ് രേണു ഇപ്പോൾ കടന്നു പോകുന്നത്. സ്റ്റേജ് 3 സ്തനാർബുദ രോഗനിർണയത്തെ തുടർന്ന് കടുത്ത ചികിത്സയിലും കീമോതെറാപ്പിയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. രോഗാവസ്ഥയിലും തന്റെ മാനസിക കരുത്ത് തളർന്നു പോകാതെ വിഗ് വെച്ചും ചിരിച്ചുകൊണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന രേണുവിനെയാണ് ഇപ്പോൾ നാം കാണുന്നത്. ബിഗ് ബോസ് സീസൺ 7 പങ്കാളിത്തം, ആൽബം ഷൂട്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ എന്നിവ മുൻനിർത്തി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് രേണു നേരിട്ടത്. അസുഖ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പോലും സത്യത്തെ വളച്ചൊടിച്ച് ചിലർ അധിക്ഷേപങ്ങൾ നടത്തി. രേണു പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പഴയതുപോലെ തിരിച്ചു വരും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഇനിയും ധാരാളം പ്രോജക്റ്റുകൾ ചെയ്യാനുണ്ട്. ഏതൊക്കെ വേദികൾ കിട്ടിയാലും ഞാൻ ശക്തമായി തിരിച്ചു വരും. ക്യാൻസർ രോഗികൾ എപ്പോഴും ദുഃഖിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? രോഗം വന്നാൽ നാം സന്തോഷത്തോടെയാണ് ഇരിക്കേണ്ടത്. ഏതൊക്കെ തരത്തിലാണോ സന്തോഷം കിട്ടുന്നത് അതിലൊക്കെ നാം സന്തോഷം കണ്ടെത്തണം. എത്രയോ പേർ ഇപ്പോഴും എന്നെ ആക്ഷേപിക്കുന്നു. ഒന്ന് കണ്ണെഴുതിയാൽ, ഒന്ന് വിഗ് വെച്ചാൽ, തല ഒന്ന് മറച്ചാൽ അവർ എന്നെ പരിഹസിക്കുന്നു. നമ്മുടെ ശരീരത്തിന് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സമയമെടുക്കും. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്തായാലും ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതത്തിലെ ശരിതെറ്റുകളെ അളക്കാൻ സൈബർ ഇടങ്ങൾക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും മാരകമായ രോഗത്തോട് പോരാടുന്ന ഈ ഘട്ടത്തിൽ ഒരു സഹജീവിയോട് കാണിക്കേണ്ട അടിസ്ഥാനപരമായ സഹാനുഭൂതി മറന്നുപോകുന്നത് ഏറെ ദുഃഖകരമാണ്. വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും അതിജീവിച്ച് അതിജീവനത്തിന്റെ പുതിയ ഒരു പാത വെട്ടിത്തെളിക്കുന്ന രേണുവിന്റെ മുന്നിൽ ആ പോരാട്ട വീര്യമാണ് പ്രധാനം. എത്രയും വേഗം രോഗം പെട്ടെന്ന് ഭേദപ്പെട്ട് സുന്ദരിയായി രേണു തിരിച്ചു വരട്ടെ.